ഓക്കെ, വെൽക്കം ബാക്ക് ടു സൂബ് ഗെയിമിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ കളിക്കാൻ പോവാണ്. 1900 റേറ്റിംഗ്. ഒരു മാച്ച് കൂടി ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും അടിക്കും. അപ്പോൾ നിങ്ങൾ ഡിവിഷൻ 1 അടിച്ചോ, എത്ര 2K റേറ്റിംഗ് ഒക്കെ അടിച്ചോ എന്ന് കമന്റ് ആയ. ഇപ്പോൾ റേറ്റിംഗിലെ സംഭവമൊക്കെ മാറ്റി ഇപ്പോൾ 2700 പ്ലസ് ഒക്കെ അടിക്കാൻ പറ്റും. അതുകൊണ്ട് 1900 ഒക്കെ ഈസി എനിക്ക് തോന്നുന്നു. ഞാൻ വലിയ സെറ്റപ്പ് ആയിട്ടൊന്നും എടുക്കണില്ല. 1900 എല്ലാവർക്കും അടിക്കാം. ഈ പോക്കാണെങ്കിൽ 2K ഒക്കെ എല്ലാവർക്കും അടിക്കാൻ തോന്നി. എന്തായാലും 2K അടിക്കാൻ നോക്കുന്നതായിരിക്കും. ഈ ഫേസ് അടിക്കാൻ പറ്റുമല്ലോ എന്ന് അറിയില്ല. ഒക്കെ എന്തായാലും ഒരു മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ 21 പ്ലസ് മിനിമം എങ്കിലും വേണം. എന്നാലാണ് 21 22 എന്തോ പ്ലസ് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മാച്ച് ജയിക്കുകയാണെങ്കിൽ അത്രയും കിട്ടുമെന്ന് വിചാരിക്കണം. നമുക്ക് എന്തായാലും കളിച്ചു നോക്കാം. ജയിക്കുമോ തോക്കുമോ എന്നൊക്കെ നോക്കി നോക്കാം. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഒപ്പമുണ്ട്. ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ റേറ്റിംഗ് അടിച്ചാണ്. പക്ഷേ ഈ മാച്ച് ഒന്ന് പറ്റിയെന്ന് പറഞ്ഞാൽ അവൻ 2 ഗോൾ അടിച്ച് നൈസ് ഒരു ഗെയിം പ്ലേ ആയിരുന്നു. അവൻ ഫസ്റ്റ് 2 ഗോൾ അടിച്ച് പിന്നെ 2 ഗോൾ തിരിച്ചടിച്ച് ഒരു ഡ്രോയിൽ അങ്ങ് കളി നിന്ന് നൈസ് ഗോളും നൈസ് ഗെയിം പ്ലേ ഒക്കെ മൊത്തം ഹെഡറാട്ടാ. ഒന്നും പറയാനില്ല. കോർണറിൽ ഹെഡ് അടിച്ച് അല്ലാണ്ട് ഹെഡ് അടിച്ച് ഫുൾ ഹെഡാണ്. പക്ഷേ ഒന്നും ജയിച്ചില്ല. 5 മൈനസും കിട്ടി. ഇപ്പോൾ രണ്ടാമത്തെ മാച്ച് ഏകദേശം കളിച്ച് റെക്കോർഡ് ചെയ്തൊക്കെ സെറ്റായി വന്ന് 1000 റേറ്റിംഗ് അടുത്ത് വിചാരിച്ചു. പക്ഷെ അടിച്ചില്ല. നമുക്ക് 5 മൈനസ് കിട്ടിയാറാം. 22 പ്ലസ് ഒന്നും പോരാ, അതിൽ കൂടുതൽ പ്ലസ് വേണം. ഒപ്പോണ്ട് നൈസ് ഒപ്പോണ്ടായിരുന്നു. 1900 പ്ലസ് റേറ്റിംഗ് ഒപ്പോണ്ടായിരുന്നു. ഞാൻ ഒരു ഗോൾ അടിച്ച് അവൻ ഒരു ഗോൾ തിരിച്ചടിച്ച് ലാസ്റ്റ് 87 മിനിറ്റിലൊക്കെ ഞാൻ ഒരു ഗോൾ അടിച്ച് ജയിച്ചതായിരുന്നു. ഞാൻ വിചാരിച്ച അടിച്ചു ഇതോടെ നിർത്താൻ വിചാരിച്ചു. പക്ഷേ 1899 അങ്ങ് കൊണാമി നിർത്തി തന്നിട്ടുണ്ട്. ഒരു പോയിന്റ് വ്യത്യാസം. 26 പ്ലസ് കിട്ടി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒരു മാച്ചിൽ കളിച്ചു നോക്കണം. ആ ഗെയിം പ്ലേ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഗെയിം പ്ലേ കണ്ടിട്ട്. ഓക്കെ, ഈ ഒരു മാച്ച് കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും അടിക്കും. തോറ്റ് കഴിഞ്ഞാൽ മൂഞ്ചി എന്ന് പറയാം. ഈ മാച്ച് ജയിച്ചില്ലെങ്കിൽ ഭയങ്കര ശോകമായിരിക്കും. ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. 1900 അങ്ങനെ വലിയ സംഭവം ഒന്നും അല്ലെങ്കിലും 1900 അടിക്കാൻ പോണെന്ന് ചുമ്മാ നോക്കാം. എല്ലാവരും അടിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ സൈഡ് അടിക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് മര്യാദ കളി. കാരണം റേറ്റിംഗ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. 3300 ഒക്കെയാണ് റാങ്ക് 1ൻ്റെ പ്ലെയർ റേറ്റിംഗ്. അപ്പോൾ എന്തായാലും അത്രയും റേറ്റിംഗ് അടിച്ച കാരണം നമുക്കൊക്കെ 2K അടിക്കാൻ പറ്റുമോ എനിക്കറിയാം. 2K അടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് ഈ ഒപ്പോൺ ടൈറ്റ് ആണെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. ഡ്രോ എങ്ങനെയാണെങ്കിൽ മൈനസ് അടിക്കാൻ എനിക്ക് ഉറപ്പാണ്. നമുക്ക് എന്തായാലും ഫസ്റ്റത്തെ മൂന്നാമത്തെ ഒപ്പോണ്ടാട്ടോ. മൂന്നാമത്തെ ഒപ്പോണാണ് വരാൻ പോണത്. ഓക്കെ, ഇപ്പോൾ ഒപ്പോണ്ട് വന്നിട്ട് റേറ്റിംഗ് പരിപാടി നോക്കി നോക്കാം. നല്ല മറ്റേ സ്ക്വാഡ് സ്ട്രെങ്ത് ഒക്കെ ഉള്ളതാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. 3246. അവൻ 1872 എടുക്കണം. അവൻ ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും 1990 വെക്കും. ഞാൻ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ നിൽക്കണം. നമുക്ക് എന്തായാലും കളിച്ചു നോക്കാം. അവൻ്റെ സ്കോഡ് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. 3246 ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്കോഡൊക്കെ ഉണ്ടാവും പുള്ളിക്ക്. ഒപ്പോടെ സ്കോഡ് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ സ്കോഡ് സെറ്റാണ്. ഒപ്പോടെ സ്കോഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഗുള്ളിട്ട്. അപ്പം അത്യാവശ്യം ഞാൻ കുറച്ച് കഷ്ടപ്പെടും ജയിക്കണമെങ്കിൽ. ഡ്രോ പിടിച്ചാലും എനിക്ക് പ്ലസ് കിട്ടുമെന്ന് തോന്നുന്നു. നല്ല ടീം സ്ട്രെങ്ത് ഇല്ലേ? ടീം സ്ട്രെങ്ത്തിലല്ല കാര്യം, മറ്റേ റാങ്കിങ്ങിലാണ് കാര്യം. നോക്കി നോക്കാം. ജയിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം ജയിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്ലസ് കിട്ടും. ഓക്കെ, നെയ്മർ 2. നെയ്മർ അത്യാവശ്യം നല്ല കാർഡാണ്ടാവും. ഞാൻ ഫ്രണ്ട്ലി കളിക്കുമ്പോൾ നല്ല കളിക്കും. ഡിവിഷൻ കളിക്കുമ്പോൾ അധികം സ്കില്ലും പരിപാടിയുടെ സെറ്റാവും. ഓക്കെ, സെനറ്റി ഒരു ക്രോസ് വെച്ച് നോക്കാം. സെനറ്റി ഇല്ല, കഫു കൊടുത്ത്. ഓക്കെ, കഫു. ഓക്കെ, ജെറാഡ് 2. ജെറാഡിൻ്റെ കാർഡും കിടിലൻ കാർഡാണ്. സാവിയോള 2. ജെറാഡ് 2. അവനാണല്ലോ ഫുള്ള് ബോൾ വെച്ചേക്കണം. ഓക്കെ, അത്രോള് ബോണിച്ച്. നെയ്മർ AMF ഇട്ട്. ഇതാണ് പ്രശ്നം. കുറച്ച് താഴോട്ട് ഇറങ്ങി വരും. റൗളാണ് SS ഇട്ടേക്കുന്നത്. ഒക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ടോണം. ഏറ്റവും നൈസ്. ഏറ്റവും ഒക്കെ വെച്ചാടാ. ഞാൻ കണ്ടില്ല അത്. ഏറ്റവും റൺ എടുക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ മറ്റേ റൗളിന് വെച്ച് ഒന്നും നടക്കുള്ള കേട്ടോ. അങ്ങോട്ടും ഇല്ല ഒരു അപ്പം അടിച്ചേനെ. ഇപ്പം പറഞ്ഞു വന്നോളൂ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഒരു ഗോൾ അടിക്കാൻ പറ്റുള്ള. ഹാഫ് ടൈം ആവാറായി. ഓക്കെ, മിക്കവാറും ഡ്രോയിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് മര്യാദ കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാൻ കുറച്ച് ചാൻസ് കിട്ടി. അടിച്ചില്ല. ഓക്കെ, എടുത്തിട്ടുണ്ട്. ഏറ്റവും നൈസ് ഒരു ചാൻസാണ് നെയ്മർക്ക്. ഓക്കെ, അത്ര റൗള് നൈസ് റൺ എടുക്കുന്നുണ്ട്. അടിക്കുക റൗളാക്കുക അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് 0 ആഡ് ടൈം. അതായത് ഒരു ത്രോയും ഇല്ല, ഒരു കോർണറും ഇല്ല, ഒന്നുമില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ്. അച്ചാതെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഫസ്റ്റ് ഹാഫ്. ലാസ്റ്റ് ഒരു ചാൻസ് കിട്ടി അടിച്ച്. സെക്കൻഡ് ഹാഫ് ഇതുപോലെ പിടിച്ച് നിന്നാൽ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അവൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അവൻ്റെ കന്നവേര 2 റൗൾ എടുക്കുക. റൗളെ എടുത്തില്ല. അവൻ ഫസ്റ്റ് ഹാഫ് തന്നെ അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. ഗുള്ളിറ്റ് ഏറ്റവും ആളിയ. അതെന്ത് സാധനമാടാ? ലോങ് റേഞ്ച് അല്ല, ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. അവൻ്റെ ഏറ്റവും ഗുള്ളിറ്റ് മതി അടിച്ച് പൊട്ടിക്കാൻ. ഗുള്ളിറ്റൊക്കെ ലോങ് അടിച്ചാൽ സ്റ്റണ്ണിങ് അടിച്ചാൽ എന്തായാലും ഗോൾ കയറാൻ നല്ല ചാൻസ് ഉണ്ട്. അവൻ അറ്റാക്ക് നല്ല രസമുണ്ടോ. ഏറ്റവും ഉണ്ട്, ഗുള്ളിറ്റ് ഉണ്ട്, പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കുണ്ട് ഏറ്റവും റൈറ്റ് കാർഡ്. കണ്ടോണം. ഏറ്റവും അത് കിട്ടിയില്ല. നെയ്മർ 2 റൗൾ അത് കിട്ടിയില്ല.
കിമിച്ചിട്ട് ഏറ്റവും റൗള് നൈസ് റൺ എടുക്കേണ്ട റൗള് ഒരു ക്രോസ് വെച്ച് നോക്കാം. അങ്ങനെ നെയ്മർക്ക് വെച്ച് നോക്കാം. നെയ്മർ കിമിച്ചിട്ട് എട്ടിയുടെ എടാ അടിച്ചോ, അത് അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ടാ. അപ്പം ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും ഒരു കളി ജയിക്കാൻ തോന്നണം. കാരണം അവൻ കാര്യമായിട്ട് അറ്റാക്ക് ചെയ്യാളാട്ടാ. അവൻ ഫുൾ പാസിങ് ആണ്, പാസ് ചെയ്യുക, ബിൽഡപ്പ് അങ്ങനെ. അപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് അറ്റാക്ക് ചെയ്യണത്. നമ്മൾ ബോൾ കിട്ടുക അപ്പോൾ തന്നെ ബോക്സിലോട്ട് അടിച്ച് കയറാറ്. എന്താ അറിയാൻ പാടില്ല, ചിലപ്പോൾ ബാക്ക് പൊട്ടും. ഓക്കെ, അത്രയുള്ളൂ. കിമിച്ച് നൈസ് ചാൻസ് കിട്ടിയിട്ടുണ്ട്. നെയ്മർ ഇതൊരു കണ്ടോണ അടിക്കുകയാണെങ്കിൽ നൈസ് ആയിരിക്കും. കണ്ടോണ അടുത്തുള്ളൂ, അവിടെ പോസ്റ്റ് തട്ടിടാം. അതെന്ത് സാധനം അത്! ആ ഗോൾ അടിച്ചെങ്കിൽ വിന്ന് ഉറപ്പിക്കാറുന്ന്. അത് കിട്ടിയില്ല. ഓക്കെ, ജെറാഡ് ടു ഓക്കെ, അത് നൈസാക്കുക, അത്രേ ഉള്ളൂ. ബോണിച്ചിട്ട് നെയ്മർ ടു കിട്ടിയില്ല. കഫു ജെറാഡ് നൈസായിട്ട് കളിക്കുന്നുണ്ട്. പിർലോ ജെറാഡ്, അത്രേ ഉള്ളൂ. നെയ്മർ ക്ലിയർ അടിച്ച കിമിച്ചിട്ട് സെനറ്റി ഒക്കെ അത്രേ ഉള്ളൂ. സെനറ്റി നേരെ വെച്ച് കിട്ടിയില്ല. കുറേ പാസ് ഇട്ട് പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ ബോക്സ്. ഇങ്ങനെ പാസ് ഇടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ബാക്ക് വലിയും. നമ്മ ഫുൾ അറാമ്പോളാണല്ലോ, ഫുൾ ക്ലിയർ ആണ്. നോക്കാം, ഒരു അടി അടിച്ചാൽ പോയി, കയ്യിൽ നിന്ന് പോയി. ഡ്രോ പിടിച്ചാലും ചിലപ്പോഴാണ് 1600 എടാ നൈസ്. ഡേവിഡ് രക്ഷപ്പെടുത്തി. 86ാമത്തെ മിനിറ്റ് ആയിട്ടാ. ഇനി ഫുൾ ക്ലിയർ ആണ്. ഡബിൾ ബാറൊന്നും ഇടല്ല, ഒരു ബാറ് ഡിഫൻഡ് ഇട്ടിട്ടുണ്ട്. ആ ഒരു ഗോൾ അടിച്ച വിട്ടാണ്. അത്യാവശ്യം അവൻ അടിച്ചാൽ കയറും ഗോള്. ഗുള്ളിറ്റുണ്ട്, ഉണ്ട്, ആൾക്കാരുണ്ട്, അടിച്ചാൽ മതി. സാമ്യകളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഒരു ഗോൾ അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കാം. ഒരു 2 മിനിറ്റ് ആടാണ് ടൈം. റൈക്കാർഡ് ഫുൾ ക്ലിയർ ആണ് കേട്ടോ, ഒന്നും നോക്കല്ല. ലാസ്റ്റ് ചാൻസ്, അത് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും 1900 റേറ്റിംഗ് എന്തായാലും അടിച്ച് ജയിച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് എന്തായാലും കിട്ടും. ഇനിയിപ്പോൾ ഒരു പോയിന്റ് നിർത്തുമെന്ന് അറിയില്ല. കോണാമയാണോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നൈസ് ഗെയിം പ്ലേ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 2 മാച്ച് ഒരുമാതിരി ഗെയിം പ്ലേ ആയിരുന്നു. ഒരെണ്ണം ഡ്രോ പിടിച്ച് നിർത്തി, മറ്റേത് ജയിച്ചിട്ടും ഒരു പോയിന്റിൽ നിർത്തി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമായിട്ട് കളിച്ചിട്ടാണ്. നല്ല സ്കോറും ഉണ്ട്, പരിപാടിയൊക്കെ ഉണ്ട്. സ്ലാട്ടൻ ഉണ്ട്, ഗുള്ളിറ്റ് കോംബോ നൈസായിരുന്നു. സ്ലാട്ടനെ ഇറക്കിയോ? ഇപ്പം എന്തായാലും നമ്മൾ റേറ്റിംഗ് അടിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. 1900 എത്ര അടിച്ച്? ഓക്കെ, 23+, അപ്പോൾ 22. അവർക്ക് അത്രേ ഉള്ളൂ. ഇപ്പം നമുക്ക് എന്തായാലും ഇനി റോഡ് ടു 2K ആണ്. 2K അടിക്കാൻ പറ്റുമോ അറിയില്ല. കാര്യം ഞാൻ വലിയ പൊക്കൊന്നും പറയാനുള്ള, എല്ലാവർക്കും അടിക്കാം ഈ 2K ഒക്കെ. ഇപ്പോൾ റേറ്റിംഗ് കൂട്ടി കയറാൻ ഇന്ന് വിചാരിക്കുന്നു. ഒക്കെ അടിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. അപ്പോൾ ഇനി 2K ആയിട്ട് അടുത്ത ഡിവിഷൻ വീഡിയോ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ 15 ലോസൊക്കെ അടിച്ച്. അതെന്ന് പറഞ്ഞാൽ തുടക്കം എനിക്ക് ഭയങ്കര ലോസ് കിട്ടി. തുടക്കം കാര്യമായിട്ട് ഞാൻ ലോസ് അടിച്ച്. ഞാൻ ഡിവിഷൻ 1 അടിച്ച് 12 ലോസ്. ഇതടിച്ച് ഇപ്പോൾ 3 ലോസ് കൂടി. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം കുറച്ച് ലോസ് അധികം കിട്ടി ഫേസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എത്ര ലോസിനാണ് ഡിവിഷൻ 1 അടിച്ചതും 2K ഒക്കെ അടിച്ചതും കമൻറ്റ് ചെയ്യാം. അപ്പം ഇനി 2K ആയിട്ട് കാണാം. അപ്പോൾ 2K ആയിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഡിവിഷൻ്റെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷനും പ്ലേയേഴ്സും ഒക്കെ. നെയ്മർ അത്യാവശ്യം കൊള്ളാം. ഓക്കെ, അപ്പോൾ റൗള് SS ഇട്ടിട്ട് അത്യാവശ്യം കിടിലായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലോസും പരിപാടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടിറങ്ങി ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഓക്കെ.